ചേട്ടാ ലവ് സ്റ്റോറി എന്ത് കേട്ടോ ഇടാത്തെ? പഴയ കാര്യങ്ങളൊന്നും ഓർക്കാൻ കണ്ടോ? ലവ് സ്റ്റോറി ഇടാൻ ചോദിക്കുമ്പോ ഇത്രയും ദിവസം ലേറ്റ് ആകേണ്ട കാര്യം ഇതാട്ടോ ഇപ്പൊ കേട്ടോ. അപ്പൊ ലവ് സ്റ്റോറി പറയുന്നില്ല, പഴയ കാര്യങ്ങൾ ഓർക്കാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടാണ്. ഇതാണ് റീസൺ. ഗൈസ് എൻ്റെ കെട്ടി കുളിച്ചും കാണുന്നു ഗൈസ്, ഒളിഞ്ഞു നോക്കുന്നു ഗൈസ്, വൃത്തികെട്ടവൻ, ആവാസകൻ, വൃത്തികെട്ടവൻ കുളിച്ചതിന് ഒളിഞ്ഞു നോക്കിട്ട് ചിരിച്ചോണ്ട് പോകുന്നു. അടുത്ത ആള് കാണാൻ പോണം ഗൈസ്. അങ്ങനെയാണെങ്കിൽ ഞാനും നോക്കാം, നമുക്ക് എല്ലാവർക്കും കാണാം. മാറങ്ങോട്ട് നോക്കട്ടെ. ക്യാമറയും കൊണ്ട് അടി കിട്ടിയനെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇവിടുത്തെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആ ഒരു ഗ്യാപ്പിൽ ഞാനും അച്ഛയും നന്ദുവും കണ്ണപ്പനും ഉണ്ട്. ഞങ്ങൾ നെയ്യാർ ഡാമിലോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. പിന്നെ അമ്മയെ വഴിയിൽ വെച്ച് പിക്കണം. അപ്പോൾ നമുക്ക് ഒട്ട് താമസിക്കേണ്ട വീഡിയോയിലോട്ട് പോവാം. പേടിക്കേണ്ട ഗൈസ്, ചേട്ടനൊന്ന് മാസമായതാണ്. ഒന്ന് നോക്കൂ ചേട്ടാ, മഞ്ഞ ചുവപ്പ്. മറ്റേ ഒരു വിജയുടെ ഒരു പാട്ടില്ലേ, മറ്റേ ജിത്ത് ജില്ലാടി ഡാലടിക്കും കളറ് കണ്ണാടി, അതിന്റെ അതെ ആ ഒരു പെണ്ണ് നിൽക്കുന്നുണ്ടല്ലേ, ഫോൺ വിളിച്ചോണ്ട് അകത്തോട്ട് കയറും. മറ്റേ പട്ടിയല്ലേ ബീഗിള്, പേരെന്തോന്ന്, അമ്മിണിയോ കുമ്മിണിയോ അങ്ങനെ എന്തോ പേര്. ഭയങ്കര സ്നേഹം കേട്ടോ പട്ടി. പിന്നെ നിന്റെ അപ്പനോട് പറയും ചേട്ടാ ലവ് സ്റ്റോറി എന്ത് കേട്ടോ ഇടാത്തെ? പഴയ കാര്യങ്ങളൊന്നും ഓർക്കാൻ കണ്ടോ? ലവ് സ്റ്റോറി ഇടാൻ ചോദിക്കുമ്പോ ഇത്രയും ദിവസം ലേറ്റ് ആകേണ്ട കാര്യം ഇതാട്ടോ ഇപ്പൊ കേട്ടോ. അപ്പോൾ ലവ് സ്റ്റോറി പറയുന്നില്ല, പഴയ കാര്യങ്ങൾ ഓർക്കാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടാണ്. ഇതാണ് റീസൺ. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കാലാവസ്ഥ കുറച്ച് മോശമാണ്. കണ്ടോ, മഴ വരാൻ പോണെന്നാണ് തോന്നുന്നത്. നമ്മുടെ നന്ദപ്പൻ നല്ല സുഖ ഉറക്കമാണ്. കണ്ടോ, നിയർ ഡാം എത്തിയോ? വെൽക്കം ടു നിയർ ഡാം. ശരിയാണ്, നല്ല മഴയും വരാൻ പോണു കേട്ടോ. സന്തോഷേ, നിയർ ഡാം എത്തിയടാ. പാർക്കിംഗ്. ഈ നാട്ടുകാരിയായിട്ട് ഇതുവരെ നിയർ ഡാമിൽ വന്നിട്ടില്ല. ഫസ്റ്റ് ടൈം ചേട്ടൻ വന്നിട്ടുണ്ടോ? പഠിക്കുമ്പോ ഞാൻ എന്റെ കുഞ്ഞിലെ വന്നിട്ടുണ്ട്. പിന്നെ ഇനി അണ്ണന്റെ അടുത്ത് എന്തെങ്കിലും പറയാൻ പറ്റുമോ നമുക്ക്? അണ്ണ പോകാത്ത സ്ഥലം ജീപ്പ് ഇല്ലേ? ഇല്ലെങ്കിലുള്ള കാര്യമാണ്. മഴ പെയ്യും കേട്ടോ മിക്കവാറും. കയറുന്നല്ലേ ഉറപ്പായിട്ടുണ്ട് അല്ലേ മാ? ഞങ്ങളവിടെ അച്ഛൻ ഇപ്പോൾ വിളിച്ചായിരുന്നു, വീട്ടിലവിടെ ഇടി വെട്ടി മഴ പെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഉറപ്പായിട്ട് മഴ ചെയ്ത് നമ്മൾ നിന്നനഞ്ഞ് കുതിരുന്ന് പോകണക്ക് നന്ദിട്ട് ഉറക്കത്തിൽ നമ്മൾ താഴെ ചേട്ടൻ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. കളിയാക്കി വീട്ടിലേക്കുള്ള വാങ്ങിയാ മതിയേ. സന്തോഷി കൊള്ളാല്ലേ?
മഴ പെയ്താൽ നമുക്ക് നിൽക്കാൻ പോലും സ്ഥലമില്ലെന്നാണ് അവിടുത്തെ ആ സാറ് പറഞ്ഞത് കേട്ടോ. എന്തായാലും നോക്കാം. നല്ല സ്ഥലം എന്ന് വെച്ചാൽ വൈകുന്നേര സമയമൊക്കെ ആയപ്പം ഇവിടെ എത്തിയിരുന്നെങ്കിൽ അത്രയും നല്ല സൂപ്പർ സ്ഥലം. നല്ലൊരു പൂ. ഈ പൂവ് നല്ല മണോ? താമ നോക്കട്ടെ. മണമുണ്ടോ? ഇഷ്ടമായോ? എന്തോന്ന് ചേട്ടാ അത്? വെഹിക്കിൾ പാർക്കിംഗ്, പബ്ലിക് ടോയ്ലറ്റ്, അങ്ങനെ ലയൺ സഫാരി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ പരിപാടികളുണ്ടായിരുന്നല്ലേ എൻ്റെ അകത്ത്. കോറിയം ഇപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഇത്രയും സമയം. എന്തോടാ കാണാമല്ലോ. അതെ, ബോട്ട് കണ്ടോ? ഐസുണ്ടോ? പഴയ വെള്ളം. ടയറുണ്ടോ ചേട്ടാ? ടയർ കണ്ടോ എടാ? ഇങ്ങനെ ടയറുണ്ടോ? ആണോ? ഒറിജിനലായിട്ടപ്പോൾ ടയറില്ലേ? ഓട്ടോ എന്ത്, നമുക്ക് അതിനകത്ത് നോക്കാം. മീനുണ്ടോ നോക്കാം. ഒന്ന് നോക്കിയിട്ട് വരട്ടെ. മീനൊന്നുമില്ല ഗൈസ്. എന്തോ ഒന്നുമില്ലടാ മോളെ. ഇല്ലടാ, അതിനകത്ത് മീനില്ല. നോക്കിയേ മീനില്ല. ഓക്കെ, ഇറങ്ങത്തില്ല. മോളെ വാ. ഒരു കുഞ്ഞാവ് കരയുന്നുണ്ടോ? രണ്ട് സൈഡിൽ ഇങ്ങനെ കുറേ ചെടികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ. ഇത്രയും ദിവസം ഇവിടെ ഉണ്ടായിട്ട് നമ്മൾ ഇതുവരെയും വന്നിട്ടില്ല. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആട്ടോ. നന്ദൂട്ടനെ തിരിച്ചെറിഞ്ഞു വന്നേ കേട്ടോ. നന്ദു ഉറക്കെ എഴുന്നേറ്റ് കിളി പറന്നിരിക്കുക. ടാറ്റ എടുത്ത ചേച്ചിക്ക്. ഗൈസ്, എൻ്റെ കെട്ടി കുളിച്ചും കാണുന്നു ഗൈസ്. ഒളിഞ്ഞു നോക്കുന്നു ഗൈസ്. വൃത്തികെട്ടവൻ, ആവാസകൻ, വൃത്തികെട്ടവൻ കുളിച്ചതിന് ഒളിഞ്ഞു നോക്കിയിട്ട് ചിരിച്ചോണ്ട് പോകുന്നു. അടുത്ത ആള് കാണാൻ പോണം ഗൈസ്. അങ്ങനെയാണെങ്കിൽ ഞാനും നോക്കാം. നമുക്ക് എല്ലാവർക്കും കാണാം. മാറങ്ങോട്ട് നോക്കട്ടെ. ക്യാമറയും കൊണ്ട് അടി കിട്ടിയനെ. കൊള്ളാല്ലേ അമ്മ? എന്തമ്മ നമ്മൾ ഇതുവരെ ഇവിടെ വരാത്ത? എന്തൊരു മ്ലേച്ഛ അമ്മ. ഞങ്ങൾ ഇതുവരെ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. അങ്ങ് ദൂരെയൊക്കെ കൊണ്ടിട്ടുണ്ട്. അയ്യോ മോനെ, ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടെന്നാണ് നിന്റെ അച്ഛ പറഞ്ഞത്. നമുക്ക് നോക്കാം. പക്ഷെ നല്ല സ്ഥലം. ഇത് വൈകുന്നേരം സമയമൊക്കെ വന്നിരുന്നെങ്കിൽ സെറ്റായിരുന്നു. അന്ത് ഉച്ച നേരം നടക്കുമ്പോളെ നോക്കടാ. തേനീച്ച കൂട് നോക്കൂ. തേനീച്ച കണ്ടോ? തേനീച്ച കൂട് വെച്ചേക്കുന്നുണ്ടോ? എവിടെ? ടാങ്കിന്റെ മണ്ടയിൽ തേനീച്ച കൂട്. അതെങ്ങനെ കാണാൻ പറ്റും? എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കും കാണാൻ പറ്റുന്നില്ല? എനിക്ക് കാണുന്നില്ല. ശ്രദ്ധിച്ചു നോക്കിയാലേ കാണാൻ പറ്റുന്നില്ല. എനിക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റും. അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ കണ്ടില്ല. അങ്ങോട്ട് വെള്ളം വരുന്ന ഇതിലേ കൂടെ. അപ്പോൾ ഇവിടെ ഇത് മൊത്തം നിറഞ്ഞു വെള്ളം വരുമോ? മീനെ പിടിക്കാൻ കണ്ടിട്ടില്ല ഓരോരുത്തർ. ഞാൻ കണ്ടിട്ടില്ല ചേട്ടാ. ചേട്ടാ, ആ സാധനത്തിൽ കൂടി ഇങ്ങനെ വെള്ളം വരുമല്ലോ. നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ഡാമുകളിലെല്ലാം മേളിൽ കൂടെ നമ്മുടെ തെമ്മലയൊക്കെ ഇത്രയും പേരെ എന്ത് പറഞ്ഞു ഇത്? അപ്പൊ ഈ ഡാമല്ലേ തമിഴ്നാടും കേരളവും തമ്മിൽ അടി ഉണ്ടാക്കുന്ന ടാങ്ക് ഡാം? കുഴപ്പമില്ല ഗൈസ്, അറിവില്ലായ്മ കൊണ്ടാണ്, ക്ഷമിച്ചേക്കണേ.
എന്തുവാ അതും ഇതും ഡാമല്ലേ, പേര് പറയുന്നല്ലേ ഉള്ളൂ. കൈസ് അറിവില്ലാത്തോണ്ട് പറ്റിയതാണ്, കുഴപ്പമില്ല. ഈ എന്നത്തെ പോലെ മണ്ടത്തിരത്തിന്റെ കൂട്ടത്തിൽ ഇതൊക്കെ കണക്കാക്കിയത് കേട്ടോ. ഇനി നമുക്ക് വേറെ സംഭവങ്ങളൊക്കെ കാണാം. ഞാൻ അച്ഛൻ നന്ദൂട്ടിയെ കൈമാറി. പാർക്ക് വല്ലതും ഉണ്ടോ ചേട്ടാ വാവിയിരുത്താൻ? അതെന്തോന്നുള്ള കണ്ണ അവിടെ എന്തോന്ന് സൂപ്പർ അല്ലേ, ഒരു വാട്ടർഫാൾ പോലൊരു സംഭവം ഉണ്ടായി. അങ്ങോട്ടൊക്കെ പോവാം. ഓ മഴ ഗൈസ്, ഭയങ്കര മഴയാണ് കേട്ടോ, രക്ഷയില്ല മഴയാണ്. നമ്മളിവിടെ ഇങ്ങനെ ഒരു വെയിറ്റിംഗ് ഷെഡിന്റെ താഴെ ഇങ്ങനെ ഇരിക്കുന്നു. ചേട്ടാ ഇവിടെ കൊതുകൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഗ്യാസ് നമുക്കിവിടെ ഒരു ഫ്രണ്ടിനെ കിട്ടി. ഡാ 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 പാവൻ ഇരിക്കാൻ സമ്മതിക്കൂല എന്നാണ് വിചാരിക്കുന്നത്. അവിടെ ഇരുന്നു കേട്ടോ. കണ്ണൻ്റെ ഫ്രണ്ടാണ്, കണ്ണനാണ് വിളിച്ചു വരുത്തിയത്. അങ്ങനെ അങ്ങനെ കേസ് ഞങ്ങൾ മഴ നനഞ്ഞ് ഒരു പരുവത്തിലായി. പിന്നെ ഞങ്ങളിതാ സെറ്റും കൂടെ നോക്ക്. അയ്യോ അമ്മ കണ്ടമ്മ ഇത്. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കാരണം പിന്നെ അതാ ഇങ്ങനെ വണ്ടിയും കൊണ്ട് പോകാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴാണ് അറിഞ്ഞ കേട്ടോ. അങ്ങനെ നമ്മൾ ഇത് കയറി പോവാ. ഇവിടെ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. മഴ നനഞ്ഞപ്പം എന്തോ നിന്റെ ആണെന്നു പറഞ്ഞോ, ഭയങ്കര ഒരു സ്മെല്ല്. നമ്മൾ അന്ന് പൊന്മുടി പോയ പോലത്തെ സ്ഥലമല്ലേ കേട്ടോ. ഇതിപ്പോൾ അങ്ങ് മണ്ടക്കേറി കയറി പോകാൻ പറ്റുമോ? നടന്നു വന്നിപ്പോ അങ്ങോട്ടാണ് പകലൊക്കെ വന്ന് ഇഷ്ടം പോലെ കാണാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ ഈ ടിക്കറ്റ് മാത്രം മതി എന്ന് പറഞ്ഞു, വേറെ ടിക്കറ്റ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. ടിക്കറ്റ് ചാർജ് എത്രയായിരുന്നു? സിംഹം ഉണ്ടാക്കളെ ടിക്കറ്റ് ചാർജ് എത്രയായിരുന്നു? കാണാൻ പോകുന്നതിനങ്ങാണ്ട് 250 രൂപ കണ്ട. ഓ പുലി ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ആ സിംഹം ഉണ്ട്, പക്ഷെ സിംഹത്തിനെ കാണാൻ പോകുന്നതിനങ്ങാണ്ട് പോകുന്നതിന് പൈസയാവും. അവരുടെ വണ്ടിയില് കൊഴുത്തി വിടത്തോളൂ. ആനയൊക്കെ കാണാൻ പറ്റും. ആ എല്ലാത്തിനെയും കാണാൻ പറ്റും, പക്ഷെ അതിന് ഒന്നും ചെയ്യത്തില്ല മോനെ, നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ പുലി ഒന്നും ചെയ്യത്തില്ല, നമ്മൾ അതിന്റെ വായിലോട്ട് ചെന്ന് ചാടാതിരുന്നാൽ മതി, വേറെ ഒന്നും ചെയ്യത്തില്ല. പള്ളിയല്ലേ പോലീസ് ചെയ്തോളൂ. നമ്മൾ ചെന്ന് നിന്നാ മതിയുടെ കണ്ട് നമുക്ക് ആനയുടെ സംബന്ധം. സഫാരി സെറ്റ് സാധനം. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റൂല കാരണം സൈഡ് ചേട്ടാ പൊളി. ആര് ഇത് പക്ഷെ എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല ഗൈസ്, കണ്ടോ? വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ഗ്ലാസ് മൊത്തം വെള്ളമായിട്ടിരിക്കും. അടിപൊളി ഒരു സ്ഥലം. ഓക്കെ യു വെള്ളത്തിനകത്ത് ആൾക്കാർ കിടക്കുന്നു. വേറൊന്നും പുലി ചെയ്യൂല, മനസ്സിലായോ? ഓ ചെയ്യൂലേ പറഞ്ഞിട്ടാണ് കുഞ്ഞ് ഇഷ്ടപ്പെടുന്നത്, മനസ്സിലായോ? പുലി എന്ത് ചെയ്യുക വെച്ചേ? ആ പുലി ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യില്ല. നമുക്ക് ഇവിടെയൊക്കെ താമസിക്കുന്ന ഈ വീട്ടുകാർക്കുണ്ട് ഇന്നും ഇതേപോലെ ഇതൊക്കെ നല്ല കണ്ട്. ആ എന്ത് വെള്ളപ്പൊക്കം വരത്തില്ല ഇവിടെ. ഇത് ടോപ്പല്ലയോ, വെള്ളം തുറന്നു വിടുക ചെയ്യുന്നത്. നോക്കൂ, അയ്യോ അതിന്റെ അടുത്തായിട്ട് നോക്ക് വീട്. മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാവും. ചെറിയ റോഡാണോ? മഴയില്ലാതെ നമുക്ക് വണ്ടി അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ എടുക്കാം. ഇത്രയും നാൾ ഇവിടെ താമസിച്ചിട്ട് ഇവിടെ വന്നിട്ടില്ലെന്ന് പറഞ്ഞു നിന്നെയൊക്കെ കൊല്ലണം. കൊല്ലല്ലേ അണ്ണ. കടലല്ലേ മക്കളെ ഇത്? ഇതാണ് കുളം. ഫുള്ള് ഡാം അടി, വെള്ളം താഴെ ഇങ്ങ് മേളി. ആ ഈ തിട്ട കണ്ടോ, അവിടെ വരെ വെള്ളം പൊങ്ങുന്നതാ. ഇതെന്ത് ഇത് ആറാണോ? ഡാമാടി പൊന്നി. ഡാം ഡീം ഡസ്കണ്ണൊക്കെ ഡോക്കിന്നൊക്കെ ഉണ്ട്. അപ്പൊ ഇത് താഴ്ചയില്ലേ ചേട്ടാ? ഫെബ്രുവരി സ്വന്തം തള്ള വരെ ഊക്കി തുടങ്ങി ഗൈസ്. ആന കുളിക്കുന്ന വെള്ളോ? വല്ലതും തിന്നാൻ കിട്ടോ? എന്റെ പൊന്നി നോക്ക്,
നമ്മൾ ആ പാലം ക്രോസ് ചെയ്ത് പോവുകയാണ്. ഡോറ നമ്മളെവിടാ പോകുന്നേ? ലാബ്. ഡോറ നമ്മൾ എവിടാ പോകുന്ന? മഴ തോന്നുന്നു. വരൂ കൂട്ടുകാരെ. തോന്നു ചേട്ടാ, കണ്ട മഴയൊക്കെ പോയി. ആഹാ പൊളിച്ച്. നല്ല രസമല്ലേ? പച്ച കളർ. അതെന്ത് ഭയങ്കര പച്ച കളർ വെള്ളമുള്ളടുത്ത അതെങ്ങനെ അറിയാം? അതെന്താ പച്ച കളർ? കാഴ്ച വരാൻ കാര്യമുണ്ടോ? എന്തോ കാര്യം ചോദിക്കിട്ട് ഇപ്പൊ ഇത്രേ ഉള്ളൂ ഡാം. എന്തിനാണിത്? താഴോട്ടാണ് നിയർ ഡാം എന്ന് കാണിക്കുന്നത്. ആണോ? എന്തുട്ടാ പറയണേ ചേട്ടാ? വല്ല നമുക്ക് തിന്നാൻ വല്ലതും കിട്ടുമെന്ന്. അവിടെ ഞാൻ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ കണ്ടായിരുന്നു നന്ദു. ഓഹോ, കേട്ട് കൊള്ളാല്ലേ ഈ സ്ഥലം. നമ്മള് വെള്ളമൊക്കെ തെറിപ്പിച്ച്. കുഴിക്കകത്ത് വീടൊക്കെ ഉണ്ട് കേട്ടോ അതിന്റെ താഴെ, കണ്ടോ? അപ്പം അവിടെ ചേട്ടാ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. അപ്പം ചിലപ്പോ കൊറേ പേര് വെള്ളത്തിന്റെ അത് കടന്നതോ? നീന്താ അറിയാം, അതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങി കിടക്കുന്നത്. ഇവിടെ ഞങ്ങൾ ടോപ്പിൽ വന്നു. പിന്നെ കാറൊക്കെ ഇവിടെ സൈഡിൽ പാർക്ക് ചെയ്ത് കേട്ടോ. അങ്ങോട്ട് കാണാം. കാണാൻ തോന്നുന്നല്ലേ? വെള്ളമുണ്ടെങ്കിൽ ആഴം കൂടുതലാണോ? അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണം. മറ്റേ കളർ എന്ന് പറയുമ്പോൾ ഇവിടെ പാറ കാണും. അവിടെ പാറ മണ്ണൊക്കെ കാണും. മറ്റേ പച്ചയായിട്ട് കിടക്കുമ്പോൾ ആഴം. അറിയാവുന്നവരൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞ വഴിക്ക് അവര് പോട്ടെ. ഉപ്പിലിട്ട സാധനങ്ങൾ കുറേ അവിടെ വെച്ചിട്ടുണ്ട്. നമുക്കത് പോയി കാണിച്ചു തന്നാൽ ഗൂഗിൾ പേ ഉണ്ടോ എന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം. ആദ്യം അങ്ങോട്ട് പോയി കണ്ടിട്ട് വരാം. ഇവിടെ നേരിട്ടാൽ മുതലുണ്ടെന്ന് പറഞ്ഞില്ല. ഇവിടെ അറിയാമോ? ഇവിടെ അപ്പൊ ഇതിന്റെ അകത്ത് മുതല കാണൂ. അതിൽ നടന്ന് കയറി വേണമെങ്കിൽ നമുക്ക് അതിലെ കൂടെ അവരവിടെ വെള്ളം അങ്ങനെ പോണതിൻ്റെ അവിടെ നോക്കി ഇറങ്ങി നിൽക്കുന്നുണ്ടോ? അവിടെ പോയിക്കൊള്ളായിരുന്നു. അവിടെ മോളിൽ നോക്കിട്ട് വരും. കാണണോ മുതലേ? അതിന്റെ ഏറ്റവും ടോപ്പിൽ ഒരു അമ്പലം ഇരിക്കുന്നുണ്ടോ? കണ്ടില്ലേ? അപ്പൊ വെറൈറ്റി പൂ. ആ ഒരു വെറൈറ്റി പൂ. വെറൈറ്റി ഒരു പൂവാണ് അടുത്ത.
എന്ത് വേണ്ട വെള്ളം അതെത്രയായി? അത് കണ്ടു മതി ഇത് മിഠായി 25, അപ്പോൾ 55, 25, 80 ഉള്ളൂ. മറ്റേത് 25. കാരക്ക് എത്ര? 30. 55. 25 രൂപ മിഠായി 50, 110. മാങ്ങ മായം പോലും വാടിയ മാങ്ങ എടുത്ത് തിന്നുന്നവരുണ്ട്. സാറിന് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ്. ഒരു ടേസ്റ്റും ഇല്ല. എന്തൊരു പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റ്. ഉള്ളിലെ വണ്ണം മാങ്ങ ഇവിടെ വന്നപ്പോൾ മുതൽ നിങ്ങളെല്ലാം വാങ്ങിട്ട് തന്നെ നോക്കുവാണല്ലോ. എന്തിനത്? നമുക്ക് ഇഷ്ടപ്പെട്ടു. ഗൈസ് കൊള്ളാം. ഐസ്ക്രീം വാങ്ങിക്കാം. എനിക്ക് കഴിഞ്ഞ ഞാൻ തിന്നോളാം. നന്ദിയുണ്ട് സുഹൃത്തുക്കളെ. കണ്ണ ചേച്ചിയുടെ പൈസ കൂടാ. വിഷമിപ്പിക്കല്ലേടാ, തിന്നടാ. വേണ്ട, ഇനി വേണ്ട, 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 ഞാൻ തിന്നോളാം. കഴിച്ചോ. വേണ്ട ചേട്ടാ, വേണ്ട ചേട്ടാ, വേണ്ട. ഇത് എടുത്തേന്ന് കാണിക്ക് കാണിക്ക്. പിന്നെ രണ്ട് ഫോണും ഒരു അങ്ങനെ ഗൈസ് ഡാമിലൊക്കെ പോയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഭയങ്കര മഴയാട്ടോ പുറത്ത്. അപ്പം അമ്മ നന്ദപ്പനെയൊക്കെ കൊണ്ട് വീട്ടിലോട്ട് പോയി. ഇവിടെ വരുന്ന വഴിക്ക് കുറേ അടുത്ത് മരമൊക്കെ ഒടിഞ്ഞ് ഭയങ്കര സീനൊക്കെ ആയിരുന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാൻ. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.